ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തോ ഡിലീറ്റായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൈറ്റിനകത്ത് പവർ റിച്ചിനകത്ത് KYC വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹ്രസ്വമായ വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് തെറ്റാതെ ചെയ്യുക, എന്നിട്ട് പ്രോസസ്സ് പൂർത്തീകരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിൽ രണ്ട് ഭാഗത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, KYC വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാം. ഒന്ന്, റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ, ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ കാണാം. ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ അടുത്തത് ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. ഇത് KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ട പേജാണ്. ഈ പേജിലൂടെ നമുക്ക് KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. മറ്റൊന്ന് ബാക്കടിക്കാം. മറ്റൊന്ന്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 9 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് മൈ അക്കൗണ്ട് എടുത്തിട്ട് മൈ അക്കൗണ്ടിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്താൽ അതുവഴിയും നമുക്ക് KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ മുകളിൽ കാണുന്ന ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചൂസ് ഫയൽ എടുത്ത് ഗാലറിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ആ ഫോട്ടോനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോട്ടോൻ്റെ സൈസിന് താഴെ എന്ത് ചെയ്യാം, ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏറ്റവും ഈ എൻഡിൽ നിർത്തിയിട്ടിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, താഴെ സേവ് ചേഞ്ച് എന്ന് കൊടുത്താൽ മതി. അതോടുകൂടി ഫോട്ടോ തൊട്ട് താഴെ വരും. സേവ് ചേഞ്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യും, ഫോട്ടോസ് വരും. മുകളിൽ നമ്മൾ കൊടുത്ത ഫോട്ടോ ഇവിടെ കാണിക്കും, അതിൻ്റെ ഒറിജിനൽ രൂപം. ഓക്കെ, ഇതാണ് ഫോട്ടോ സെറ്റ് ചെയ്യുന്ന രീതി. ഇനി 1 മിനിറ്റ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ചേഞ്ച് പാസ്വേഡ്, ചേഞ്ച് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അതാണ് വരുന്നത്. ഒക്യുപ്പേഷൻ, ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നേരത്തോടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡോറ്, സ്ട്രീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഡോർ നമ്പർ അല്ലെങ്കിൽ സ്ട്രീറ്റ് നമ്മുടെ കറണ്ട് പ്ലേസ് അടിച്ചു കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ്, പിന്നെ കൺട്രി അവിടെ ഉണ്ട്. അതൊക്കെ നമുക്കറിയുന്ന പോലെ എല്ലാ കാര്യം ഫില്ല് ചെയ്താലും നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും പോസ്റ്റോ കൊറിയറോ ഒക്കെ വരാനുണ്ടെങ്കിൽ, കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കുക. ഇനി മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അതുപോലെ ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ. പാൻ കാർഡ് ഇല്ലാത്തവർ എന്നെ പേഴ്സണലായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ ഞാൻ പാൻ കാർഡ് എടുത്തു തരാം കേട്ടോ. ഒരു 24 മണിക്കൂറുണ്ട്, ഒരു 48 മണിക്കൂർ കൊണ്ട് പാൻ കാർഡ് എടുത്തു തരാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട്, പാസ്പോർട്ട് നമ്പർ ഒക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഇനി പാസ്പോർട്ട് ഇല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ കൊടുക്കണ്ട, കുഴപ്പമില്ല, അപ്ഡേറ്റ് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പ്രൊഫൈലിൻ്റെ വെരിഫിക്കേഷൻ എന്തായി, പൂർത്തിയായി. പേഴ്സണൽ വെരിഫിക്കേഷൻ അതോടുകൂടി പൂർത്തിയായി. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് വേണ്ടത് ചേഞ്ച് പാസ്വേഡ്.
ഈ ചേഞ്ച് പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് പാസ്വേഡ് എന്നുള്ളിടത്ത് നമ്മുടെ നിലവിലെ പാസ്വേഡ് അടിക്കുക, ന്യൂ പാസ്വേഡ് എന്നുള്ളിടത്ത് പുതിയ പാസ്വേഡും കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അതോടുകൂടി പാസ്വേഡ് ചേഞ്ചായി. പിന്നെ ചേഞ്ച് ട്രാൻസാക്ഷൻ പാസ്വേഡിൻ്റെ അവിടെയും അങ്ങനെ തന്നെ. ഈ ട്രാൻസാക്ഷൻ പാസ്വേഡിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടിലേക്കും മറ്റുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാസ്വേഡ് വളരെ സീക്രട്ടായിരിക്കണം. നമ്മളത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നിലവിൽ ഏതാണോ ട്രാൻസാക്ഷൻ പാസ്വേഡായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ തന്നിട്ടുള്ളത്, അത് ഈ കറണ്ട് പാസ്വേഡ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. തൊട്ടു താഴെ ന്യൂ പാസ്വേഡ് എന്നുള്ളത് പുതിയ പാസ്വേഡും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതോടുകൂടിയിട്ട് ആ പാസ്വേഡും എന്തായി, ഓക്കെ. പിന്നെ തൊട്ടു താഴെ ഡോക്യുമെൻറ്റ്സ് KYC. ഈ ഡോക്യുമെൻറ്റ്സ് KYC ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇവിടെ ചൂസ് ഫയൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമ്മുടെ ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് എത്തും ആ ഫയൽ. അതുപോലെ തന്നെ ചൂസ് ഫയൽ, അപ്പോൾ ആ ചൂസ് ഫയൽ ഒന്നാമത്തേതിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചൂസ് ഫയലിൽ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജാണ് കൊടുക്കേണ്ടത്. അത് രണ്ടും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയുടെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഗാലറിയിൽ ആദ്യം കൊണ്ടുവന്നിട്ട് ആധാർ കാർഡിൻ്റെ ഫോട്ടോയും പാൻ കാർഡിൻ്റെ ഫോട്ടോയും കൃത്യമായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗാലറിയിൽ സൂക്ഷിച്ച് വെക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടാണ് പോവുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തപ്പിയെടുത്തിട്ട് വേണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് വരും. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ ആ കാര്യങ്ങളും ശരിയായി. പിന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വെരിഫിക്കേഷനാണ്, അത് സാവധാനം പൂർത്തിയായിക്കോളും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് KYC വെരിഫിക്കേഷനും അതുപോലെ തന്നെ പ്രൊഫൈൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.